ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ ദൈവവചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ കേൾവിക്കാരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം ധാരാളം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചുറ്റാകെ ആയിരിക്കുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമാണ്, വിടുതലാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രതിസന്ധികളുടെ നടുവിൽ, നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവം ഈ വചന ശുശ്രൂഷയിലൂടെ, ഈ ദൈവവചന സന്ദേശത്തിലൂടെ മറുപടി തരട്ടെ, ഉത്തരം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രത്യാശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പരിചയമുള്ളൊരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചൊരാത്മീക ദൂത് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പല ആളുകളും അവരുടെ ഹൃദയത്തിനകത്ത് ഭാവിയിൽ ചില അനർത്ഥങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുമെന്നോർത്ത് ഭയപ്പെടുകയാണ്. കുറച്ചുകൂടെ തെളിയിച്ച് പറഞ്ഞാൽ, വ്യക്തമായിട്ട് പറഞ്ഞാൽ, ക്ലിയറായിട്ട് പറഞ്ഞാൽ, ചില നെഗറ്റീവ് ന്യൂസ് അവരുടെ ജീവിതത്തിൽ അവർ കേൾക്കുമെന്നോർത്ത് അവർ ഭയപ്പെടുക. ഉദാഹരണം പറഞ്ഞാൽ, ഒരു എക്സാമിന് പോവുകയാണ്. എക്സാമിന് പോകുമ്പോൾ പരീക്ഷ എഴുതിയിട്ട് അവരുടെ ഉള്ളിൽ ഒരു ഭയം, ഒരു നെഗറ്റീവായിട്ടുള്ളൊരു റിസൾട്ടായിരിക്കും വരുന്നതെന്ന്. ഒരു മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി പോവുകയാണ്, എന്നാൽ അവരുടെ ഉള്ളിലൊരു ഭയം നെഗറ്റീവായിരിക്കും കേൾക്കുന്നത്. ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു, അവരുടെ ഉള്ളിലൊരു ഭയം നെഗറ്റീവായിരിക്കും ഇരുന്നത്. വളരെ പ്രതീക്ഷയോടെ ഒരു പ്രത്യേക സ്ഥലത്ത്, ഒരു പ്രത്യേക ചർച്ചിൽ, പ്രത്യേക ജോലി സ്ഥാപനത്തിൽ ഒക്കെ ചെന്നു, ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകൾക്കകത്ത്. പക്ഷെ ഉള്ളിൽ ഒരു ചിന്ത വരികയാണ്, അനർത്ഥം വരും, നെഗറ്റീവ് സംഭവിക്കും. ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, ജോലിയോടുള്ള ബന്ധത്തിൽ, ഏത് മേഖലയിൽ അങ്ങനെ ഒരു ചിന്ത കടന്നുകൂടിയാലും ഈ മെസ്സേജ് നിങ്ങൾക്കുള്ളതാണ്. അങ്ങനെ ഒരു ചിന്തയിലൂടെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പോകുന്നുണ്ടോ? ദിസ് മെസ്സേജ് ഈസ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രത്യേകം നിങ്ങളെ കേൾപ്പിക്കുന്ന ദൂതാണിത്. ഈ വചനത്തിനകത്ത് പറയുന്ന കാര്യത്തെ വിശ്വസിക്കുക, അതനുസരിച്ച് സ്റ്റെപ്പെടുത്ത് വെക്കുക, വചനത്തെ മുറുകെ പിടിക്കുക. ഈ വചനത്തിനകത്ത് അതിനുള്ള ഉത്തരവുണ്ട്. പരിശുദ്ധാത്മ വ്യക്തമായി വ്യക്തികളോട് ഈ മെസ്സേജിലൂടെ ഇടപെടുകയാണ്. ഭയപ്പെടുക, അനർത്ഥം വരുമെന്ന് ഭയപ്പെടുകയാണ്. ഭാവിയിൽ അനർത്ഥം വരും. ഈ മാസത്തിൽ, ഈ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ആസന്ന ഭാവിയിൽ അങ്ങനെ സംഭവിക്കും. പേടിയ, രാത്രിയിൽ പോലും ആ പേടി അലട്ടുക, അനർത്ഥം വരുമെന്നുള്ള ഭയം. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച, യേശുക്രിസ്തുവിനോട് ചേരുവാൻ ജലത്തിൽ സ്നാനമേറ്റ, ആത്മനിയോഗത്തോടെ, അഭിഷേകത്തോടെ, വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവവേദലേ, നീ അനർത്ഥം വരുമെന്നോർത്ത് ഭയപ്പെടരുത് കേട്ടോ. സഹോദര, താങ്കൾ ഭയപ്പെടരുത്, അനർത്ഥം വരുമെന്നോർത്ത് ഭയപ്പെടരുത്. അതുകൊണ്ടാണ് ഈ മെസ്സേജ് കേൾപ്പിക്കുന്നത്. ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ആത്മീക പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും അറിയാവുന്ന സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. 23-ാം സങ്കീർത്തനം നമുക്ക് കാണാപ്പാഠം അറിയാവുന്ന സങ്കീർത്തനമാണ് എന്നതുകൊണ്ട് അതിനകത്ത് ശക്തിയില്ലാതാകുന്നില്ല. കൊച്ചുപ്രായം തൊട്ട് പഠിച്ചതായതുകൊണ്ട്, കാണാപ്പാഠം അറിയാവുന്നതുകൊണ്ട്, വളരെ ലളിതമായതുകൊണ്ട് അതിൻ്റെ പവർ കുറയുന്നില്ല കേട്ടോ. ദൈവത്തിൻ്റെ വചനത്തിന് അപ്പോഴും ശക്തിയുണ്ട്. 1-ാം സങ്കീർത്തനവും 23-ാം സങ്കീർത്തനവും ഒക്കെ വായിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലൊരു ചിന്ത പിശാച് കൊണ്ടുവരും. അത് എല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനമല്ലേ, അതൊരു നോർമൽ സങ്കീർത്തനമല്ലേ. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ വചനമാണ്, ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. 23-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനാണ് എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ടൊരു ഭാഗമാണ്. 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്നത്: ഞാൻ ഒരു അനർത്ഥവും
ഭയപ്പെടുകയില്ല. ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൂർവ്വ പരിഭാഷയിൽ ഇങ്ങനെ എഴുതിയേക്കുന്നത് ഐ വിൽ ഫിയർ നോ ഈവിൽ. ഇന്ന് ഈ പദം, ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതി വെക്കണം. കാതുകളിൽ ഈ ശബ്ദം മുഴങ്ങിക്കേൾക്കണം എപ്പോഴും. വാ തുറന്നു പറഞ്ഞേ, ഐ വിൽ ഫിയർ നോ ഈവിൽ. ഒരനർത്ഥവും ഞാൻ ഭയപ്പെടത്തില്ല. അനർത്ഥം വരുമെന്നുള്ള ഭയം എനിക്കില്ല. എനിക്ക് 100% വിശ്വാസമുണ്ട് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അനർത്ഥം വരുമെന്നുള്ള ഭയത്തോടിരിക്കുന്ന വ്യക്തികളുടെ ഹൃദയത്തിൽ നിന്ന് ആ ചിന്തയെ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ പറിച്ചെടുത്ത് കളയുക, ഇല്ലാതാക്കുക. ഒരു ദിവ്യ സമാധാനം, ദൈവിക സമാധാനം ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പകരുക. ഇവിടെ പറയുന്ന ഐ വിൽ ഫിയർ നോ ഈവിൽ. പല ആളുകളും പേടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. പക്ഷേ ഞാൻ അങ്ങനെ ഭയപ്പെടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് പറയണം കേട്ടോ, ഒരനർത്ഥവും ഞാൻ ഭയപ്പെടത്തില്ല. ഒരനർത്ഥത്തെക്കുറിച്ചും എനിക്ക് ഭയമില്ല. ഒരനർത്ഥം വരുമെന്ന് എനിക്ക് പേടിയില്ല. സ്തോത്രം. രാത്രിയിൽ സ്വപ്നം കാണുമ്പോൾ ഞെട്ടി എഴുന്നേറ്റിട്ട് പേടിക്കുക. ദൈവത്തിൻ്റെ വൈതലെ പേടിക്കരുത്. പറയണം ഐ വിൽ ഫിയർ നോ ഈവിൽ. ഞാനൊരനർത്ഥവും ഭയപ്പെടത്തില്ല. എനിക്കൊന്നും നെഗറ്റീവ് സംഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടത്തില്ല. ഇത് ദൈവത്തിൻ്റെ വചനമാണ്, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിൻ്റെ വചനം, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ചൈതന്യം തരുന്ന ദൈവത്തിൻ്റെ വചനം, സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ വചനം, അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു ദൈവ പൈതൽ അനർത്ഥം വരുമെന്ന് ഭയപ്പെടത്തില്ല. ആമേൻ. ഐ വിൽ ഫിയർ നോ ഈവിൽ. അനർത്ഥം ഇല്ലാഞ്ഞിട്ടല്ല, അനർത്ഥം എനിക്ക് വരാഞ്ഞിട്ട. എന്താ കാര്യമെന്നറിയാം? നീ എൻ്റെ കൂടെ ഉണ്ട്, അതാ എൻ്റെ ബലം. സ്തോത്രം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും, ഇംഗ്ലീഷ് വായിക്കുന്ന നമുക്കറിയാം, ദ വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ താഴ്വരയിലൂടെ. ആ താഴ്വരയിലൂടെ ആരൊക്കെ പോയാലും അവർ ഫേസ് ചെയ്യുന്നത് ഡെത്താണ്, മരണമാണ്. മരണമെന്ന് പറയുമ്പോൾ എൻ്റെ ആ ഒരു താഴ്വരയിലൂടെ നിൻ്റെ വിഷയം സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് തീർന്നെന്ന് കൂട്ടിയാൽ മതി. അതിനെക്കുറിച്ച് ഇനി ഹോപ്പില്ല. മരണത്തിൻ്റെ താഴ്വരയെന്ന് പറഞ്ഞാൽ ഒരു വിഷയം ഏതെങ്കിലും ആയിക്കോട്ടെ, കുഞ്ഞിൻ്റെ വിഷയം, മാതാപിതാക്കളുടെ വിഷയം, ഭാര്യയുടെ വിഷയം, മക്കളുടെ വിഷയം, സ്വന്തം വിഷയം, ജോലിയുടെ വിഷയം, ശുശ്രൂഷയുടെ വിഷയം, എന്തും ആയിക്കോട്ടെ, ആ താഴ്വരയിലൂടെയാണ് പോകുന്നതെങ്കിൽ മരണം ഉറപ്പാണ്. എൻ്റെ ഏതെങ്കിലും വിഷയം ആ താഴ്വരയിലൂടെ പോയാൽ പിന്നെ ആ വിഷയത്തെക്കുറിച്ച് ഓർക്കണ്ട, അതങ്ങ് മറന്നേക്ക്. പക്ഷേ ഇവിടെ ദൈവവചനം പറയുന്നു, അങ്ങനെയുള്ള താഴ്വരയിലൂടെ എൻ്റെ വിഷയം കടന്നു പോകുമ്പോൾ എൻ്റെ വിഷയം എൻ്റെ അകത്തില്ല, അതൊരു ഡെസ്റ്റിനിയിൽ ചെന്നെത്തും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. അനർത്ഥമല്ല എന്നെ പിന്തുടരുന്നത്, നന്മയും കരുണയും എന്നെ പിന്തുടരും. മരണത്തിൻ്റെ താഴ്വരയിലൂടെ എൻ്റെ വിഷയം പോകുമ്പോൾ എനിക്ക് അനർത്ഥം വരത്തില്ല. അനർത്ഥത്തിൻ്റെ വാർത്ത പലരും വന്ന് നിങ്ങളുടെ ചെവിയിൽ പറയും, ബ്രദറെ എനിക്കിങ്ങനെ ഉണ്ടായി കേട്ടോ, സിസ്റ്ററെ എനിക്കിങ്ങനെ ഉണ്ടായി, പാസ്റ്ററെ, ദൈവദാസ വെറുതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇങ്ങനെ എനിക്കുണ്ടായി, ഞങ്ങളും ആ സ്ഥലത്താണ് നിൽക്കുന്നത്, ഞങ്ങൾക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പറയണം, മരണത്തിൻ്റെ താഴ്വരയിലൂടെ ഞാൻ പോകുമ്പോൾ എനിക്കൊരനർത്ഥവും ഭയപ്പെടത്തില്ല. അനർത്ഥമല്ല എന്നെ പിന്തുടരുന്നത്, നന്മയും കരുണയുമാണ് എന്നെ പിന്തുടരുന്നത്. അതിനൊരു കാരണമുണ്ട്, നീ എൻ്റെ കൂടെയുണ്ട്. യു ആർ വിത്ത് മീ ഓൾവേസ്. നീ എൻ്റെ കൂടെയുണ്ട്. അനർത്ഥത്തിൻ്റെ താഴ്വരയിലൂടെ ജയോത്സവമായി നടത്താൻ കഴിവുള്ള ഒരുവനാണ് എൻ്റെ കൈക്ക് പിടിച്ചേക്കുന്നത്. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ഒരുപാട് ഭക്തന്മാരോട് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു പ്രോമിസാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്.
ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ സഹോദര സഹോദരി, നീ ഒറ്റയ്ക്കല്ല. നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, നിനക്ക് ഒരു നല്ല വാക്ക് പറഞ്ഞു തരാൻ ആരുമില്ല, നിന്നെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല, നിനക്കൊരു ഐഡിയ പറഞ്ഞു തരാൻ ആരുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ലക്ഷ്യത്തിലെത്തിക്കാൻ ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ ഭയപ്പെടേണ്ട, നീ ഭാരപ്പെടേണ്ട, അനർത്ഥത്തെക്കുറിച്ച് നീ ഓർത്ത് ഭയപ്പെടേണ്ട. ദൈവവചനത്തിലെ ഭക്തന്മാരോട് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പറഞ്ഞ പ്രോമിസ് ഈ ദിവസം, ഈ സമയം മെസ്സേജ് കേൾക്കുന്ന സഹോദരി, താങ്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിൻ്റെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അനർത്ഥത്തെ വഴിമാറ്റിവിടുന്ന ദൈവത്തിൻ്റെ ഡിവൈൻ പ്രസൻസ് നിൻ്റെ കൂടെ ചലിക്കുന്നുണ്ട്, നിൻ്റെ കൂടാരത്തിനകത്ത് വെളിപ്പെട്ട് വരുന്നുണ്ട്. നീ ഇനി അത് സംഭവിക്കുമെന്ന് ഓർത്ത് ഭയപ്പെടേണ്ട. യോശുവയുടെ ദൈവം പറയാം, നിൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കത്തില്ല. ഞാൻ മോശയോട് കൂടിയിരുന്നതുപോലെ നിന്നോട് കൂടിയിരിക്കും. അനർത്ഥം വരുമെന്ന് ഭയപ്പെടുന്ന ഭക്തന്മാരോട് ദൈവത്തിൻ്റെ വചനം എപ്പോഴും പറയുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശബ്ദമാണ്, ഞാൻ നിൻ്റെ കൂടുണ്ട്. ഇന്ന് എത്ര പേർക്ക് ധൈര്യത്തോടെ ഉറപ്പോടെ പറയാൻ പറ്റും, എൻ്റെ യേശു എൻ്റെ കൂടുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ കൂടുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടുണ്ട്, ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല. ഐ വിൽ ഫിയർ നോ ഈവിൽ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് പറയണം, ഐ വിൽ ഫിയർ നോ ഈവിൽ. വാഹനം ഓടിക്കുമ്പോൾ പറയണം, ഐ വിൽ ഫിയർ നോ ഈവിൽ. മക്കളെ ഫോൺ വിളിക്കുമ്പോൾ അവരോട് പറയണം, മോനെ ഐ വിൽ ഫിയർ നോ ഈവിൽ എന്ന് നീ പറയണമെന്ന് പറയണം. ഒരനർത്ഥവും നിനക്ക് ഭയപ്പെടത്തില്ല, ഒരനർത്ഥവും നിനക്ക് വരത്തില്ല. സ്തോത്രം. സദൃശ്യവാക്യങ്ങൾ 19:23 ഇങ്ങനെ പറയുന്നത്, യഹോവ ഭക്തി ജീവഹേതുവാകുന്നു, അതുള്ളവൻ തൃപ്തനായി വസിക്കും, അനർത്ഥം അവന് നേരിടുകയില്ല. ഒരു കാര്യത്തിനകത്ത് നമ്മളൊരു ഉറപ്പ് പ്രാപിക്കണം, കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടോ, എൻ്റെ വീട്ടിനകത്തുണ്ടോ. രാവിളുക്കോളം ഫോണിനകത്ത് തോണ്ടി സോഷ്യൽ മീഡിയയിലും ഇരുന്ന് സിനിമയും കണ്ട് ദൈവമില്ലാത്ത കാര്യങ്ങളും കണ്ട് ദൈവമില്ലാത്ത കാര്യങ്ങൾ കേട്ട് നടക്കുന്നവൻ്റെ കൂടെ ദൈവസാന്നിധ്യം വരത്തില്ല. യഹോവ എൻ്റെ ഇടയനാണെന്ന് പറയാൻ നമുക്ക് പ്രാഗൽഭ്യമുണ്ടെങ്കിൽ 100% ഉറപ്പ് പറയാം, ആ ഇടയൻ നിന്നെ കൈവിടത്തില്ല. മോഷ്ടിപ്പാനും അറപ്പാനും നശിപ്പിക്കാനും കൊല്ലാനും ആ കള്ളം വരുന്നു, പക്ഷെ ജീവൻ തരാൻ, സമൃദ്ധിയായിട്ട് ജീവൻ തരാൻ നല്ല ഇടയൻ വന്നിട്ടുണ്ട്. അതാരാ? യേശു ക്രിസ്തുവാ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന നല്ലിടയനാകുന്നു ഞാനെന്ന് പറഞ്ഞ യേശു. അത് നമുക്ക് പറയാൻ പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം, ഞാൻ ഇടയൻ്റെ കൂടാന്ന്. യേശുവിൻ്റെ സാന്നിധ്യത്തെ നമ്മിൽ നിന്ന് അകറ്റുന്നതൊന്നും നമ്മുടെ പബ്ലിക് പ്രൈവറ്റ് ലൈഫിലുണ്ടായിരിക്കാൻ പാടില്ല, നമ്മുടെ ആദരത്തിനകത്ത് ഉണ്ടായിരിക്കാൻ പാടില്ല, നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു നീച്ച കാര്യം വെക്കുവാൻ പാടില്ല, നമ്മുടെ കാത് ദൈവസാന്നിധ്യം നഷ്ടപ്പെടുന്നതിനകത്ത് കൊണ്ട് ചെവി കൊണ്ട് വെക്കല്ല, കാൽപാദങ്ങൾ കൊണ്ട് വെക്കരുത്. അതിനകത്താണ് വിടുതലിരിക്കുന്നത് കേട്ടോ. വീട്ടിനകത്ത് തീരുമാനം എടുക്കണം, യേശുവിൻ്റെ സാന്നിധ്യമില്ലാത്ത ഒന്നും എൻ്റെ വീട്ടിൽ വേണ്ട. കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഐ വിൽ ഫിയർ നോ ഈവിൽ. എവിടെയെങ്കിലും ആ ഒരു പ്രസൻസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? തിരിച്ചു വാ, മടങ്ങി വാ. ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഫെലിസ്ത്യർ പെട്ടകം പിടിച്ചുകൊണ്ട് പോയി. 1 ശമൂവേലിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിലൊക്കെ അത് കാണുന്നത്. അപ്പോൾ ഫീനെഹാസിൻ്റെ ഭാര്യ പ്രസവിക്കുന്ന സമയത്ത് അവിടെ കുഞ്ഞുണ്ടായപ്പോൾ പറയുന്ന ഒരു പദമുണ്ട്, മഹത്വം ഇസ്രായേലിൽ നിന്ന് പൊയ്പോയി എന്ന് പറഞ്ഞ അവൾ കുഞ്ഞിന് ഇക്കാബോദ് എന്ന് പേരിട്ടു. പെട്ടകം പിടിക്കപ്പെട്ടു. പെട്ടകം ഇപ്പോൾ ഇസ്രായേലിലില്ല, ഇസ്രായേൽ പാളയത്തിലില്ല. പെട്ടകമില്ലാത്ത ഇസ്രായേൽ പാളയത്തെ വിളിക്കുന്നത് മഹത്വമില്ലാത്ത പാളയമെന്ന്. മഹത്വം പൊയ്പോയി. എന്താ? പെട്ടകമില്ല, വചനമില്ല, ആരാധനയില്ല, പ്രാർത്ഥനയില്ല. അതിനർത്ഥം മഹത്വം പോയി. മഹത്വം, ദൈവമഹത്വം നമ്മുടെ വീട്ടിൽ നിന്ന്, കൂടാരത്തിൽ നിന്ന്, വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ഓർത്തോണം, അവിടെ അനർത്ഥം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ പറയും, ഞാൻ അത്യുന്നതൻ്റെ മറവിലാണ് നിൽക്കുന്നത്, സർവശക്തൻ്റെ നിഴലിൻ കീഴിലാണ് ഞാൻ പാർക്കുന്നത്. അത്യുന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുപോകുന്നതൊന്നും എൻ്റെ വീട്ടിനകത്തില്ല. ഞാൻ വിശുദ്ധിക്കകത്താണ് നിൽക്കുന്നത്,
ഞാൻ ആരാധനയ്ക്കകത്തും പ്രാർത്ഥനയ്ക്കകത്തും വചനത്തിനകത്താണ് നിൽക്കുന്നത്. ആ വ്യക്തി പറയും 91:10 സങ്കീർത്തനം, ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കത്തില്ല. ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ വിളിച്ചു പറയുക, ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന്. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ എനിക്ക് ബോധ്യമുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഏതാത്മാവിനാൽ വചനം എഴുതിയോ അതേ ആത്മാവ് വ്യക്തികളോട് ഇടപെടുകയാണ്. നീ ദൈവസാന്നിധ്യത്തിലേക്ക് മടങ്ങി വാ, വചനത്തിലേക്ക് മടങ്ങി വാ. നീ ഒരു അനർത്ഥത്തെയും ഭയപ്പെടേണ്ട കാര്യമില്ല. മോശയോട് പറയുന്നൊരു കാര്യം പുറപ്പാട് 33:14 എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഞാൻ നിന്നെ ഭയപ്പെടുത്തുമെന്നല്ല, ഞാൻ നിന്നെ പേടിപ്പിക്കുമെന്നല്ല. എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ വരുമ്പോൾ അനർത്ഥം വരുമെന്നോർത്ത് നീ പേടിച്ച് കരഞ്ഞിരിക്കുമെന്നല്ല, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. അതല്ലേ സങ്കീർത്തനക്കാരൻ പറയും, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. അതേ പ്രിയരെ, ദൈവസാന്നിധ്യം വിട്ടുപോകുന്ന ഒന്നും വീട്ടിനകത്ത് കാണരുത്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റും, ഒരനർത്ഥം എനിക്ക് ഭയപ്പെടത്തില്ല. പത്മോസിൻ്റെ ദ്വീപിനകത്ത് കാലുകുത്തിയ എല്ലാവരും നശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസിൽ കൊണ്ടുപോയപ്പോൾ അത് മരണത്തിൻ്റെ ഒരു ദ്വീപാണ്. കടിച്ച് കീറാൻ നിൽക്കുന്ന വന്യമൃഗങ്ങളുള്ള, ചുറ്റുപാടും മണ്ട് വന്നവരുടെ അസ്ഥി കൂടങ്ങൾ കാണുന്ന ആ ദ്വീപിനകത്ത് നിൽക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ട് യോഹന്നാൻ കണ്ടത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രൻ്റെ യേശുക്രിസ്തുവിൻ്റെ ദർശനമാണ്. എന്ന് പറഞ്ഞാൽ കൃപയുള്ളൊരു ദൈവവൈതലിനെ അവിടെ കൊണ്ടിട്ടാൽ, പത്മോസിൽ കൊണ്ടിട്ട് അവൻ കാണുന്നത് ദൈവീയ ദർശനങ്ങളാണ്, യേശുവിനെക്കുറിച്ചുള്ള വെളിപ്പാടാണ്. അങ്ങനാണെങ്കിൽ ഈ മെസ്സേജ് കേൾക്കുന്ന ദൈവവൈതലെ, കർത്താവ് പറയുന്നു, നീ ഒരു അനർത്ഥവും ഭയപ്പെടണ്ട. അനർത്ഥം വരുമെന്നുള്ള ഭയം ദൈവത്തിൻ്റെ വചനത്താൽ ഞാൻ ആത്മാവിൽ ശാസിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു ഡിവൈൻ ഡെലിവറൻസ് ഈ ശബ്ദം കേട്ട വ്യക്തികളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ. എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാനൊരു അനർത്ഥവും ഭയപ്പെടത്തില്ലെന്ന്? ഒച്ചത്തിൽ പറ, ഞാനൊരു അനർത്ഥവും ഭയപ്പെടത്തില്ല. എൻ്റെ കുഞ്ഞിൻ്റെ വിഷയത്തിൽ ഞാനൊരു അനർത്ഥവും ഭയപ്പെടത്തില്ല. എൻ്റെ മെഡിക്കൽ റിസൾട്ടിനകത്ത് ഞാനൊരു അനർത്ഥവും ഭയപ്പെടത്തില്ല. എൻ്റെ പേപ്പർ വർക്കിനകത്ത് ഞാനൊരു അനർത്ഥവും ഭയപ്പെടത്തില്ല. ഞാൻ എടുക്കുന്ന തീരുമാനത്തിനകത്ത് ഞാനൊരു അനർത്ഥവും ഭയപ്പെടത്തില്ല. എന്താ കാര്യം? നീ എൻ്റെ കൂടെയുണ്ട്, നീ എൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്, ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല, ഞാൻ നിൻ്റെ അടുക്കൽ വരുമെന്ന് പറഞ്ഞ എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിൻ്റെ കൂടെയിരിക്കും എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട്. ദൈവ സാന്നിധ്യത്തിനകത്ത് നിൽക്കുക, ഒരനർത്ഥവും നമ്മൾ ഭയപ്പെടത്തില്ല. ഒരനർത്ഥവും വരുമെന്ന് നമ്മൾ ഭയപ്പെടത്തില്ല. ദൈവം തരുന്ന ധൈര്യം, പരിശുദ്ധാത്മാവ് തരുന്ന ധൈര്യം നിങ്ങളെ വഴി നടത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും വിഷയത്തെ ചൊല്ലി നിങ്ങൾ ഭയത്തോടാണ് ഇരിക്കുന്നതെങ്കിൽ പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ ദൈവം ദിവ്യ സമാധാനം നിങ്ങളുടെ മേൽ പകരും. പരിശുദ്ധ ദൈവമേ, നല്ല സമയത്തിനായി സ്തോത്രം. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം പ്രാർത്ഥിക്കുന്നവർ വീട്ടിനകത്തുണ്ടല്ലോ. ദാവീദ് പറഞ്ഞതുപോലെ, ഐ വിൽ ഫിയർ നോ ഈവിൽ. മരണത്തിൻ്റെ താഴ്വരയിലൂടെ ഞങ്ങൾ പോയാലും ഒരനർത്ഥവും ഞങ്ങൾ ഭയപ്പെടത്തില്ല. ദൈവവചനം തരുന്ന ധൈര്യത്തിനായി സ്തോത്രം, ദൈവവചനം തരുന്ന ഉറപ്പിനായി സ്തോത്രം. യഹോഭക്തി ജീവഹേതുവാണല്ലോ, അതുള്ളവൻ തൃപ്തനായി നടക്കുമല്ലോ, അനർത്ഥം അവന് നേരിടത്തില്ലല്ലോ. അത്യുന്നതൻ്റെ മറവിൽ നിൽക്കുന്നൊരു ദൈവവൈതൽ അനർത്ഥം നേരിട്ടെടുത്തില്ലല്ലോ. കർത്താവേ, മഹത്വം പോയ ഒരു ജീവിതമല്ല, മഹത്വപൂർണ്ണമായൊരു ജീവിതം നയിപ്പാൻ, സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്ന ജീവിതം നയിപ്പാൻ ഈ ശബ്ദം കേട്ട സകല വ്യക്തികളെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കൂടെ നടക്കുന്ന, ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നടക്കുന്ന ഒരു അനുഭവം പ്രിയപ്പെട്ടവർക്ക് നൽകണം. ഏതെങ്കിലും വ്യക്തികൾ അനർത്ഥത്തെക്കുറിച്ചുള്ള ഭയം അവരെ അലട്ടി അസ്വസ്ഥതപ്പെട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവവചനം അവരെ ചൈതന്യപ്പെടുത്തട്ടെ, ജീവിപ്പിക്കട്ടെ. വചനമായി ചിന്തിങ്ങൾ അങ്ങയുടെ മക്കളെ ബലപ്പെടുത്തും. പ്രാർത്ഥന കേട്ട നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.